സംസ്ഥാനത്ത് വൈദ്യുതി സർചാർജ് വർദ്ധിപ്പിച്ച് കെ.എസ്.ഇ.ബി. യൂണിറ്റിന് 8 പൈസയായിരിക്കും ഈ മാസം കെ.എസ്.ഇ.ബി. സർചാർജായി ഈടാക്കുക. മാർച്ചിൽ വൈദ്യുതി വാങ്ങിയതിന് അധിക ചിലവായ 19.74 കോടി രൂപയാണ് സർചാർജായി ഈടാക്കുന്നത്. കഴിഞ്ഞ മാസം യൂണിറ്റിന് 7 പൈസയായിരുന്നു സർചാർജ്. സനൂപ്, എന്തുകൊണ്ടാണ് ഈ വർധന? സൈഫുദ്ദീൻ, നമ്മൾ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നുണ്ട്. അത് പലപ്പോഴും ഈ തെർമൽ പവർ പ്ലാന്റ്, ഈ കൽക്കരി ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി വാങ്ങുന്ന താപനിലയങ്ങളിൽ നിന്നാണ് വൈദ്യുതി വാങ്ങുന്നത്. ഈ കൽക്കരിയുടെ വില മാറുന്നതനുസരിച്ച് അധികമായിട്ട് വൈദ്യുതിക്ക് വില നൽകേണ്ടി വരും. ആ തുകയാണ് ഇപ്പോൾ ജനങ്ങളിൽ നിന്ന് ഈ ഇന്ധന സർചാർജ് എന്ന പേരിൽ കെ.എസ്.ഇ.ബി. മാസാമാസമായിട്ട് പിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഒരു വിട്ടുവീഴ്ച നടത്താൻ കെ.എസ്.ഇ.ബി. ഒരു വിധത്തിലും തയ്യാറാകുന്നില്ല. നേരത്തെ ഫെബ്രുവരിയിൽ ഈ സർചാർജ് ഒഴിവാക്കിയപ്പോൾ അന്ന് വലിയ കാര്യമൊക്കെ കെ.എസ്.ഇ.ബിയും വൈദ്യുതി മന്ത്രിയൊക്കെ പറഞ്ഞാണ്. പക്ഷേ പിന്നീടുള്ള മാസങ്ങളിൽ വീണ്ടും സർചാർജ് ഈടാക്കുകയായിരുന്നു. ഈ മാസം യൂണിറ്റിന് 8 പൈസ വെച്ച് സർചാർജ് ഈടാക്കാനാണ് കെ.എസ്.ഇ.ബിയുടെ തീരുമാനം. മാർച്ച് മാസത്തിൽ ഈ വൈദ്യുതി വാങ്ങിയതിന്റെ അധിക ചെലവ് 19.74 കോടി രൂപ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണ് സർചാർജ് ഈടാക്കുന്നത്. കഴിഞ്ഞ മാസം സർചാർജ് യൂണിറ്റിന് 7 പൈസ മാത്രമായിരുന്നു. അന്ന് ഫെബ്രുവരിയിൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയതിന് 16 കോടി രൂപ മാത്രമായിരുന്നു ചിലവായത്. അത് 7 പൈസയും ഇത്തവണ മാർച്ചിൽ 19.74 കോടി രൂപ അധികമായി വന്നതുകൊണ്ട് 8 യൂണിറ്റിന് 8 പൈസ വെച്ച് പിരിക്കാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. ശരി സനൂപ്.